ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് 90% ആൾക്കാർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന ഇഷ്യൂ ആണ്, പക്ഷേ നമുക്കത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കതിന് സൊല്യൂഷനും കണ്ടുപിടിക്കാൻ സാധിക്കും. വീട്ടിൽ നിന്ന് തന്നെ നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യുക. ഇതിനകത്ത് പറയുന്ന ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, ഞാൻ ഉറപ്പ് തരുന്നു. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. കമൻറ്റായി രേഖപ്പെടുത്തുക. കുഴിനകത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് കുഴിനകത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ടിപ്പ് ട്രൈ ചെയ്ത് തന്നെയാണ് എൻ്റെ ആ പ്രശ്നം ഞാൻ ഓവർകം ചെയ്തത്. നഖം വളഞ്ഞ് നമ്മുടെ സ്കിന്ന് തുളഞ്ഞ ദശയിലേക്ക് നഖം വളരുന്നതിനാണ് കുഴിനകം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷനായിട്ട് പോകാതെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് 3 സ്റ്റേജസാണുള്ളത്. അപ്പോൾ അതിൽ മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, അതുപോലെ സിവിയർ എന്നൊരു സ്റ്റേജും ഉണ്ട്. അപ്പോൾ സിവിയർ സ്റ്റേജൊക്കെ ആയാൽ നമ്മൾ തീർച്ചയായിട്ടും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോകണം. മൈൽഡായിട്ടുള്ള പ്രശ്നമേ ഉള്ളെങ്കിൽ നമുക്ക്, അതായത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുക. ഇനീഷ്യലി നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. കാല് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ച്, അപ്പോൾ നമ്മുടെ നഖമൊക്കെ ഒന്ന് സോഫ്റ്റ് ആകും. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചിലർക്ക് നഖം അങ്ങ് ഇറങ്ങിയിട്ട് സ്വെല്ലിംഗ് ഒക്കെ കാണും. അങ്ങനെയുള്ളവർ കുറച്ച് ഉപ്പുനീര് പുരട്ടി വെച്ചാൽ നീരങ്ങോട്ട് വലിയും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. നഖം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. കോൺ ഒരിക്കലും കട്ട് ചെയ്ത് കളയരുത്. ഓക്കെ, ഈ ഇപ്പം കാണിക്കുന്നത് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നഖം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഒരു പീസ് കോട്ടൺ, തീരെ ചെറിയ പീസ് മതി കോട്ടൺ എടുത്തിട്ട് അത് നമ്മൾ ഈ നഖത്തിൻ്റെ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ നഖത്തിൻ്റെ കോൺ വെട്ടിക്കളഞ്ഞാൽ നമുക്കിത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നെയിൽ കട്ടറോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നഖം പയ്യെ പൊക്കി അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നു. തീരെ ചെറിയ പീസ് കോട്ടൺ മതി. കോട്ടണാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പീസ് തന്നെയാണ്. ഈ കോട്ടൺ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആൽക്കഹോളിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കുന്നത് നല്ലതാണ്. ഇച്ചിരി മൈൽഡായിട്ടുള്ള ഇഷ്യൂ ഉള്ളെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ഇച്ചിരിയുടെ സ്റ്റേജ് കൂടിയിട്ടുള്ള കേസാണെങ്കിൽ ഒരു ആൽക്കഹോളിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് വെക്കുന്നത് ആ മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസമൊക്കെ കൂടുമ്പം അത് മാറ്റിയും വെക്കാം ആ കോട്ടൺ. ഇനി മൈൽഡായിട്ടുള്ള കേസുകളെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ അത് പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞിട്ട് മാത്രം കോട്ടൺ മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മാക്സിമം സൈഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാക്സിമം സൈഡിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നഖം പൊങ്ങി വരും. കണ്ടോ? അപ്പോൾ നഖം ഇപ്പോൾ ആ കോട്ടണിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സസ് കോട്ടൺ ഉണ്ടെങ്കിൽ, പുറത്തോട്ടൊക്കെ നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആ കോട്ടൺ അവിടെ ശരിക്കും ഇൻസേർട്ട് ചെയ്ത് വെക്കുക. പിന്നെ അവിടെ ഇരുന്നോളൂ ആ കോട്ടൺ. ഓക്കെ, അതിനകത്തൊരു വെള്ളം പോലും കയറില്ല. അത്ര സ്ട്രോങ് ആയിട്ടാണ് അതവിടെ ഇരിക്കുക. മാക്സിമം ഞാൻ അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പയ്യെ നഖം ഇതിൻ്റെ മുകളിൽ കൂടെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് നഖത്തിൻ്റെ അറ്റം നീണ്ട് വിരലിൻ്റെ അറ്റം വരെ വരും. നഖം നീണ്ടു വരും. പിന്നെ ഒരിക്കലും അറ്റം കട്ട് ചെയ്യരുത്. എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നഖം വെട്ടുക കേട്ടോ. അങ്ങനെ കുഴിനകത്തിൻ്റെ പ്രശ്നമുള്ളവർ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നഖം വെട്ടുക. പിന്നെ എന്തെങ്കിലും നമുക്ക് വീണ്ടും ഇഷ്യൂ വരികയാണെങ്കിൽ സെയിം ടിപ്പ് ഫോളോ ചെയ്യുക. വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ട്രൈ ചെയ്യുക. കുഴിനകം ഇനി നമുക്ക് ഒരു പ്രശ്നമേ ആകരുത്. നമ്മുടെ പാദങ്ങൾക്ക് നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതുപോലെ ഫീഡ്ബാക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്